നിങ്ങൾക്ക് പൈസ നന്നായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ നല്ല അടിപൊളി ഒരു റൂൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സാലറി എത്ര തന്നെ ആയാലും, അത് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും, ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പൈസയെ ഗ്രോ ചെയ്യാൻ പറ്റും, പണത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് റൂളിലേക്ക് കിടക്കാം. ഈ റൂളിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം 20 rupees പോർഷൻ. ഇതിന്റെ മേജർ ആപ്ലിക്കേഷൻ വരുന്നത് സമാധാനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ്. നാട്ടിൽ ഇപ്പോൾ നമുക്ക് ഒരു കാറുണ്ട്, വലിയ വിലയുള്ളതൊന്നും അല്ല എന്ന് തന്നെ കരുതിക്കൂ, ഒരു നോർമൽ കാർ. ഒരു ദിവസം നമ്മളിതിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് അതിന്റെ ടയർ പൊട്ടി. നേരെ ടയർ മാറാൻ ഷോപ്പിൽ ചെന്നു, പുതിയൊരു ടയർ മാറി അലൈൻമെന്റ് ഒക്കെ ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 6000 തൊട്ട് 12000 രൂപ വരെ പോകും. കൃത്യമായിട്ടുള്ള കണക്കല്ലെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലെ മീഡിയൻ വേജ് എന്ന് പറയുന്നത് ഏകദേശം 18,290 രൂപയാണ്. ഇപ്പോൾ ഒരു മാസം 20,000 രൂപ കിട്ടുന്ന ഒരാൾക്ക് പോലും ഒരു മാസം സേവ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ 20,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ 6000 രൂപ സേവ് ചെയ്താൽ പോലും ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു ടയർ പൊട്ടുന്ന ഒരു ഇഷ്യൂ വന്നാൽ തന്നെ ആ മാസത്തെ സേവിങ്സ് അതുവഴി അങ്ങ് പോകും. ഇങ്ങനെ സമാധാനം കളയുന്ന സംഭവങ്ങൾ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ഇതിനേക്കാളും ചിലവുള്ള കാര്യങ്ങൾ വന്നേക്കാം. വീടിന്റെ ഒരു അർജന്റ് മെയിൻ്റനൻസ് വന്നേക്കാം, അതല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസിൽ പെടാത്ത എന്തെങ്കിലും ഒരു മെഡിക്കൽ ബില്ല് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അടയ്ക്കേണ്ടി വന്നേക്കാം. അങ്ങനെ എന്തും ആവാം. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വന്നു കയറി നമ്മുടെ കടത്തിലോട്ട് തള്ളിയിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 20 rupees പോർഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന 100 രൂപയിലെ 20 രൂപ റിസർവ് മണി ആയിട്ട് മാറ്റിവെക്കുക. ഇതിനെ സമാധാനത്തിന്റെ പൈസ എന്നോ എമർജൻസി ഫണ്ട് എന്നോ ക്യാഷ് കുഷൻ എന്നോ സേഫ്റ്റി നെറ്റ് എന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെ പൈസ കുറച്ചൊക്കെ റിസർവ് ആക്കി വെച്ച് നമ്മുടെ ഒരു മാസത്തെ എക്സ്പെൻസിനുള്ള പൈസ കൂട്ടിവെക്കണം. അതായത് എൻ്റെ ഒരു മാസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 20,000 രൂപയാണെങ്കിൽ ഞാനിങ്ങനെ എല്ലാ മാസവും കൂട്ടിവെച്ച് ഈ റിസർവ് മണി 20,000 രൂപയിൽ കൊണ്ടെത്തിക്കണം. ഈ 20,000 രൂപ എനിക്ക് ഒരു നല്ല ഡിഫൻസ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യും. അപ്പോഴും നമ്മൾ ഈ പരിപാടി നിർത്തരുത്. കണ്ടിന്യൂസ് ആയിട്ട് 3 തൊട്ട് 6 മാസം വരെയുള്ള എക്സ്പെൻസ് വരെ ഇത് കൊണ്ട് എത്തിക്കണം. അതായത് 20,000 രൂപയാണ് എൻ്റെ മാസത്തെ എക്സ്പെൻസ് എങ്കിൽ 6 മാസത്തെ എൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1,20,000 രൂപയായി. അതുവരെ നമ്മുടെ ഈ റിസർവ് മണി വളർത്തിക്കൊണ്ട് വരാൻ നമ്മൾ ശ്രമിക്കണം. ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സമാധാനം കിട്ടും. ഞാൻ പറയുന്ന ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു എക്സ്പെരിമെന്റ് പറയാം. നിങ്ങളുടെ ചുറ്റുമുള്ള 6-7 ആളുകളോട് ഞാൻ ഈ പറയാൻ പോകുന്ന ചോദ്യം ഒന്ന് ചോദിക്കുക. ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി, നിങ്ങൾക്ക് അടുത്ത 6 മാസം അല്ലെങ്കിൽ 7 മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ആരോടെങ്കിലും ഒക്കെ ചോദിക്കുക. ചുമ്മാ ചോദിച്ചു നോക്ക്. കയ്യിൽ പൈസ ഉണ്ട് എന്ന് പറയുന്നവരും ഇല്ല എന്ന് പറയുന്ന 2 കാറ്റഗറി ആളുകൾ കാണും. അതിനുശേഷം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവർ 2 പേരും ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലിന്റെ ഡിഫറൻസസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്തായിരിക്കും? ഈ പൈസ കൂട്ടി വെക്കുന്ന ആളുകൾ അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നില്ലായിരിക്കാം, അവർ ഒരുപാട് പിശിക്കായിരിക്കും ജീവിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും നമ്മൾ കരുതുന്നത്. പക്ഷേ നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കോൺഫിഡന്റ് ആയിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നത് എന്ന്. ഇനി നമ്മൾ ഐൻസ്റ്റീൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ അടിച്ചിറക്കുന്ന ഒരു സംഭവമുണ്ട്. പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ് 8th വണ്ടർ ഓഫ് ദി വേൾഡ്. അതായത് 8ാം ലോക മഹാത്ഭുതമാണ് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു എന്ന്. ഇത് വലിയ വലിയ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് വരെ പറയുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഐൻസ്റ്റൈൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് എവിടെയും തെളിവുള്ളതായിട്ട് എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം ശരിക്കും ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു വലിയ വണ്ടർ തന്നെയാണ്, വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആളുകൾ ഇതൊന്ന് ശ്രദ്ധിക്കണമെങ്കിൽ അത് അഫി ചെറിയാൻ പറഞ്ഞെന്നോ അതല്ലെങ്കിൽ തട്ടുകട നടത്തുന്ന കുഞ്ഞപ്പച്ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞാലൊന്നും ആരും ശ്രദ്ധിക്കില്ല. മിനിമം ഐൻസ്റ്റൈൻ എങ്കിലും പറയണം. എന്നിട്ട് പോലും നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇങ്ങനെ ഐൻസ്റ്റൈൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അടിച്ചിറക്കിയിട്ട് പോലും നമ്മളിൽ ഒത്തിരി പേർക്കും ഇത് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം ഈ സംഭവം നമ്മുടെ സെക്കൻഡ് റൂളുമായിട്ട് കണക്റ്റഡ് ആണ്. അതാണ് അടുത്ത 15 rupees പോർഷൻ. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. 2 പേരുണ്ട്. ഒന്ന് ദാസൻ, മറ്റൊന്ന് വിജയൻ. ഒരേ പ്രായമുള്ള 2 ആളുകൾ. ദാസന് 22 വയസ്സായപ്പോൾ ജോലി കിട്ടി. കിട്ടുന്നതിൽ നിന്നും 10,000 രൂപ വെച്ച് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്ത് 40ാമത്തെ വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ 40ാമത്തെ വയസ്സിന് ശേഷം 1 രൂപ പോലും ദാസൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി വിജയൻ ആദ്യം ഒന്നും ഇൻവെസ്റ്റിങ്ങിനെ പറ്റി ഒട്ടും തന്നെ ശ്രദ്ധിച്ചില്ല, അടിച്ചു പൊളിച്ചങ്ങ് നടന്നു. പക്ഷേ 34 വയസ്സൊക്കെ ആയപ്പോൾ പെട്ടെന്ന് കുറെ മോട്ടിവേഷൻ കിട്ടി, ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതും 20,000 രൂപ എല്ലാ മാസവും ഇട്ടുണ്ട്. നമ്മുടെ ദാസൻ നിർത്തിയ പോലെ 40ാമത്തെ വയസ്സിലൊന്നും വിജയൻ നിർത്തിയില്ല. 60ാമത്തെ വയസ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു. നമ്മുടെ ദാസൻ 18 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് 40ാമത്തെ വയസ്സിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഒന്നും വിഡ്രോ ചെയ്തില്ല. അത് അതേപോലെ തന്നെ പണത്തിനെ വളരാനായിട്ട് അനുവദിച്ച് അവിടെ വെച്ചിരുന്നു. അപ്പൊ ദാസൻ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തത് 18 കൊല്ലവും വിജയൻ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തത് 26 കൊല്ലവുമാണ്. വിജയൻ ഇൻവെസ്റ്റ് ചെയ്തത് 20,000 രൂപയും ദാസൻ ഇൻവെസ്റ്റ് ചെയ്തത് 10,000 രൂപയാണ്. അപ്പോൾ 2 പേർക്കും ഇപ്പൊ 60 വയസ്സായി. ഓൺ ആൻ ആവറേജ് 2 പേർക്കും എല്ലാ വർഷവും 8% റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാസന്റെ കയ്യിൽ 2,18,00,000 രൂപയും വിജയന്റെ കയ്യിൽ 2 കോടിയും കാണും. ഇതാണ് കോമ്പൗണ്ടിങ്. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പകുതിയായിട്ടും ഇൻവെസ്റ്റ് ചെയ്ത ടൈം ഓവറോൾ 8 വർഷം കുറവായിട്ടും അവസാനം പൈസ കൂടുതൽ ദാസൻ
പേഴ്സന്റെ കയ്യിലാണ്. അങ്ങനെ ഉണ്ടാവാനുള്ള കാരണമാണ് കോമ്പൗണ്ടിങ്. കാരണം ഈ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച പൈസയ്ക്ക് ഗ്രോ ചെയ്യാനുള്ള സമയം കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടവും കൺഫ്യൂഷനും ഒന്നും വേണ്ട. നമ്മൾ ഉണ്ടാക്കുന്ന 100 രൂപയിൽ 15 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് 5000 രൂപയാണ് മാസം ശമ്പളമെങ്കിലോ 50 ലക്ഷമാണ് മാസം ശമ്പളമെങ്കിലോ എത്രയാണെങ്കിൽ പോലും ഈ ഒരു പോർഷൻ ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുക. ലോങ് ടേമിൽ അത് വളരും, നമുക്ക് ഡിസിപ്ലിനും ഉണ്ടാവും. സോ നമ്മൾ തീരുമാനിച്ചു ഈ 15 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന്. പക്ഷേ ഇനി ഇത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളിൽ ആദ്യം നമുക്ക് തുടങ്ങാം. ബേസിക് ആയിട്ടുള്ള ലിക്വിഡ് ഫണ്ട്സ്, ഇൻഡെക്സ് ഫണ്ട്സ്, ഗോൾഡ്, ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ്, അതായത് വളരെ ബേസിക് ആയിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടി കാണാനും പഠിക്കാനും കഴിയുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ ആ കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടും. നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ പോലും ചെയ്തു തുടങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് അതെല്ലാം. പതിയെ പതിയെ റിസ്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. നിങ്ങൾ റിസ്ക് കൂട്ടുന്ന സമയത്ത് കാണാനുള്ള വീഡിയോസും എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് പോർഷൻ 65 റുപ്പീസ് പോർഷൻ. കിട്ടുന്ന ഓരോ 100 രൂപയിലും 65 രൂപ നമ്മുടെ ബേസിക് എക്സ്പെൻസിന് വേണ്ടി മാറ്റിവെക്കുക. ഹൗസിന്റെ റെന്റ്, EMI, ഗ്രോസറി, ഫ്യൂവൽ, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനത്തെ എല്ലാ കാര്യത്തിനും വേണ്ടി മാറ്റിവെക്കുക. ഈ ഒരു പോർഷനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര വേണമെങ്കിലും ആവാം. ഇപ്പോൾ എനിക്ക് EMI എത്ര വേണമെങ്കിലും ഒരു മാസം വരുത്തിക്കൊണ്ട് വരാം. ചുമ്മാ കുറെ സാധനങ്ങൾ പോയി വാങ്ങിയാൽ മതി. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ ഒരു 65 റുപ്പീസ് പോർഷനെ നമ്മൾ വളരാൻ അനുവദിക്കരുത്. അത് 65ൽ തന്നെ നിർത്താൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 15 റുപ്പീസ് പോർഷനും 20 റുപ്പീസ് പോർഷനും ആദ്യം പറഞ്ഞിട്ട് പിന്നെയാണ് ഈ 65 റുപ്പീസ് പോർഷൻ പറഞ്ഞത്. കാരണം എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഈ 50 റുപ്പീസ് പോർഷനും 20 റുപ്പീസ് പോർഷനും മാറ്റി വയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരുടെയും കയ്യിൽ മിക്കവാറും ഒന്നും ബാക്കി കാണില്ല. കാരണം എക്സ്പെൻസിന് നമ്മൾ ഒരു ബൗണ്ടറിയും വെച്ചിട്ടില്ല. അത് ബൾജ് ചെയ്ത് 100% അതിന്റെ അപ്പുറവും ലോണും അങ്ങോട്ട് കടന്ന് മുമ്പോട്ട് പോകും. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്ന വളരെ സിമ്പിൾ ആയിട്ടൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോർഷൻ ഉണ്ടല്ലോ, എമർജൻസി ഫണ്ട്, അതല്ലെങ്കിൽ ക്യാഷ് കുഷൻ, ഞാൻ അത് 3 തൊട്ട് 6 മാസത്തേക്കുള്ള എമർജൻസി ഫണ്ട് ഞാൻ റെഡിയാക്കി കഴിഞ്ഞാൽ ആ 15% കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ ഈ 15-20-65 റൂള് ഫോളോ ചെയ്ത് 6 മാസത്തേക്കുള്ള ക്യാഷ് കുഷൻ അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് റൂളിലേക്ക് ട്രാൻസിഷൻ ചെയ്യണം. ആ സെക്കൻഡ് റൂൾ എന്താണ് എന്ന് ഞാൻ പറയാം. ഇതിന് വലിയ മാറ്റമൊന്നുമില്ല. 30-60-10. ആ എമർജൻസി ഫണ്ടിന് വേണ്ടി നമ്മൾ വെച്ചിരുന്ന പൈസ നമ്മൾ വീതിച്ച് 2 മാറ്റുന്നു. ഒന്ന് ഇൻവെസ്റ്റിങ്ങിനും ഒന്ന് ലക്ഷറിക്കും. ഇൻവെസ്റ്റിംഗ് ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ അതിനോട് കൂടെ നമ്മൾ ഈ എമർജൻസി ഫണ്ടിന് വേണ്ടി വെച്ചിരുന്ന പൈസയുടെ ഒരു പോർഷൻ അങ്ങോട്ട് കൊടുക്കും. അതായത് 30% ഇൻവെസ്റ്റിംഗ്, 60% ബേസിക് നീഡ്സ് ആൻഡ് എക്സ്പെൻസസ്, പിന്നെ ബാക്കി 10% ഫോർ ലക്ഷറി അല്ലെങ്കിൽ മണി ഡയൽ, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ. ഇത് ഗിൽറ്റ് ഫ്രീ എൻജോയ്മെന്റ് ആണ്. അയ്യോ അന്ന് ട്രിപ്പ് പോയില്ലായിരുന്നെങ്കിൽ കുറച്ച് പൈസ ഇപ്പം എൻ്റെ കൈ കണ്ടേനേം, അന്ന് ഏതെങ്കിലും സാധാരണ ഹോട്ടലിൽ കയറി കഴിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ച് പൈസ ഇപ്പം എൻ്റെ ബാക്കി കണ്ടേനേം, ഇങ്ങനത്തെ ഒരു ഗിൽറ്റി ഫീലിംഗും വേണ്ട. അങ്ങനത്തെ ഒരു തരത്തിലുള്ള തോന്നലും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഗിൽറ്റും മനസ്സിൽ തോന്നാതെ ഇഷ്ടം പോലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 10% പൈസ നമ്മൾ മാറ്റിവെക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ റൂൾസ് ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം നമ്മളെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ് വെക്കുന്നത്. പക്ഷേ എമർജൻസി ഫണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് വരെ ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് ഈ ഒരു റൂള് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ, അതായത് എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട് പൈസ കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ, നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് എമൗണ്ട് ഈ ലക്ഷറിക്ക് വേണ്ടി ആ സമയം തന്നെ മാറ്റി വെച്ചോളൂ. അതിനൊരു കുഴപ്പമില്ല. ഇനി നിങ്ങളൊരു തീരുമാനം എടുത്താൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ എമർജൻസി ഫണ്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ്ങിന് വേണ്ടി പൈസ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എനിക്ക് ഈ റൂൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം എന്ന് കരുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ റൂൾ തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ ഒരു 2%, 3%, 5% ഇനി ഒരു ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യുന്ന ടൈപ്പ് ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ 15-20-65 റൂളിന് പകരം 15-15-60 ആക്കിയിട്ട് ബാക്കി കിടക്കുന്ന 10% ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കാം. സോ അപ്പോൾ സിമ്പിൾ റൂളാണ്. എമർജൻസി ഫണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് വരെ 20-15-65 റൂൾ, റിസർവ് മണി, ഇൻവെസ്റ്റിംഗ്, ബേസിക് നീഡ്സ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് 30-60-10 ഇൻവെസ്റ്റിംഗ്, ബേസിക് നീഡ്സ്, ലക്ഷറി ഓർ മണി ഡയൽ. സിമ്പിൾ റൂൾ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു വർഷം ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഒരു വർഷം ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. കൈ കിട്ടുന്ന പൈസ മാനേജ് ചെയ്യാൻ പറ്റാതെ തല കിറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് സമാധാനം, കോൺഫിഡൻസ്, ഗിൽറ്റ് ഫ്രീ ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള പൈസ, അതിനൊക്കെ ഉപരി വളരെ ഡീസൻ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിംഗ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം കൂടെ മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റിംഗ് എവിടെ ചെയ്യണം എന്ന് കൺഫ്യൂഷൻ ഉള്ള ആളുകൾ ഈ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും കണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക.